പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്ന പയ്യപ്പാടി കവലയിലാണ്. അപ്പം നമുക്ക് കവലയിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളെ കാണിക്കാം. പയ്യപ്പാടി കവലയ്ക്ക് തൊട്ടടുത്ത് മെയിൻ റോഡിൽ ആരോ പ്ലാസ്റ്റിക് കൊണ്ടു തള്ളിയിരിക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഇത് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യമാണ്. അതുകൂടാതെ അവിടെ ഇട്ട് പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തീയിട്ടതാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുക എന്ന് പറയുന്നത് ഇന്ന് വലിയ ഗുരുതരമായ കുറ്റമാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പോൾ ഞാനവിടെ നിന്നപ്പോൾ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ അവിടെ വന്നായിരുന്നു. അവരത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പം കണ്ടല്ലേ, ഇവിടെ പ്ലാസ്റ്റിക് ആരാ ഇട്ടെന്നുള്ളത് അവിടെ ഈ കവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറേയൊക്കെ മനസ്സിലാക്കും. ഏതെങ്കിലും കടയുടെ പേരോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമുക്ക് അറിയാൻ പറ്റും, ഇത് ആരൊക്കെയാണെന്നോ അങ്ങനെ അറിയാൻ പറ്റില്ല. എന്താണേലും നൂറുകണക്കിന് ആൾക്കാർ പോകുന്ന വഴിയുടെ സൈഡിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം നിങ്ങൾ കൂട്ടിയിട്ടിരിക്കുക എന്ന് പറയുന്നത് കുറ്റമാണ്. കാണിക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും ജനങ്ങൾ ഇതൊരു പെട്ടെന്ന് ഇതിന് തൊട്ടടുത്ത് 2-3 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് പോസ്റ്റ് ഓഫീസുണ്ട്, പിന്നെ ഒരു പാൽ സൊസൈറ്റിയാണ്. ദിനംപ്രതി ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ വന്ന് പാലൊക്കെ മേടിക്കുന്നതാണ്. അവിടെ ഇട്ടാണ് ഇത് കണ്ടോ കത്തിച്ചിരിക്കുന്നുണ്ടോ. ഇത് രാവിലെ കത്തിക്കഴിഞ്ഞിട്ട് ആരോ ഇത് കെടുത്തിയിട്ടുണ്ട്. ഇത് പോസ്റ്റ് ഓഫീസിലോട്ടുള്ള വഴിയാണ്. ഇത് പാൽ സൊസൈറ്റിയാണ്. ഇതിൻ്റെ തൊട്ട് വാതിക്കലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ആരാ ഇത് കൊണ്ടിട്ടത്? അവരെ കൊണ്ട് തന്നെ ഇത് വാരിക്കണം. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്നുള്ള രീതിയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം. ഇത്ര മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളുടെ തലയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരവിടെ നീക്കം ചെയ്യണം. അതായത് അവർക്കല്ലേ കുറ്റം വരത്തുള്ളൂ. വഴിയിൽ എവിടെ പ്ലാസ്റ്റിക് ഉണ്ടായാലും അവർക്ക് കുറ്റം വരത്തുള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടക്കാർക്കൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താക്കി അവിടെ വെച്ചാൽ മതി. ഹരിതകർമ്മസേനാംഗങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം ചാക്കി കെട്ടി വെക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇതിന് പകരം ഉണ്ടോ, പരിസരത്തെ മുഴുവൻ മലിനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുഴുവൻ വാരി എറിഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം.